നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ IPL മെഗാ ഓപ്ഷനിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ അൺസോൾഡ് താരം ആരാണ്? പല ഉത്തരങ്ങളും പലർക്കും പറയാനുണ്ടാവും. പക്ഷേ പ്രോബബ്ലി ബിഗ്ഗസ്റ്റ് നെയിം ഡേവിഡ് വാർണർ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം IPLലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരുടെ ലിസ്റ്റിലുള്ളയാളാണ്. മോസ്റ്റ് 50+ സ്കോർസ്, 4th ഹയസ്റ്റ് റൺ ഗെറ്റർ, ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റൻ. ഇതൊക്കെയാണ് IPL കരിയറിൽ ഡേവിഡ് വാർണർ. 6565 റൺസ്, 40.25 ആവറേജ്, 139.77 സ്ട്രൈക്ക് റേറ്റ്, 4 സെഞ്ചുറികളും 62 അർദ്ധ സെഞ്ചുറികളും, 126 ഹയസ്റ്റ് സ്കോർ. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ അൺസോൾഡ് ആവുന്നു. ഡേവിഡ് വാർണർ അൺസോൾഡ് ആവുമെന്ന് അധികം ആരും ഒന്നും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റൊക്കെ നിർത്തിയ താരത്തിന് അത്ര വലിയ ഒരു പ്രാധാന്യം ഇനി കൊടുക്കേണ്ടതില്ല എന്ന് ഫ്രാഞ്ചൈസികൾ തീരുമാനിച്ചതായിരിക്കണം. കാരണം അവരുടെയൊക്കെ ഒരു നോട്ടം ഇത് ഇപ്പം മെഗാ ഓപ്ഷനാണ്, ഭാവിയിലേക്കുള്ള ടീം പടുത്തുയർത്തേണ്ട ഒരു സമയമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെ വെറ്ററൻ താരത്തെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നവർ ചിന്തിച്ച് കാണണം. പിന്നെ ഇപ്പോൾ ആരാധകരുടെ ഒരു ചോദ്യം, അദ്ദേഹം ഇനി ഈ IPL കളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അൺസോൾഡായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആക്സലറേറ്റഡ് ഓപ്ഷനിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നു, വീണ്ടും അൺസോൾഡായി. ഇങ്ങനെയുള്ളൊരു താരം ഇനി കളിക്കുമോ? ഇനി സാധ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും താരത്തിന് പരിക്കൊക്കെ പറ്റി റീപ്ലേസ്മെൻറ്റ് ആവശ്യമുള്ള ഘട്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയേണ്ട, അദ്ദേഹം ഇനി വരില്ല എന്നങ്ങ് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എന്നർത്ഥം. എന്നാൽ ഡേവിഡ് വാർണർ മാത്രമല്ല, ഈ IPLൽ അൺസോൾഡ് ആയിട്ടുള്ള മറ്റ് ചില പ്രമുഖരെ കൂടി നമുക്ക് നോക്കാം. ഡേവിഡ് വാർണറെ കൂടാതെ ഷാർദുൽ താക്കൂർ അൺസോൾഡ് ആവുന്നൊരു കാഴ്ച ഒരുപക്ഷെ ഇന്ത്യൻ താരങ്ങളിൽ ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു താരം അൺസോൾഡായി എന്നുള്ളത് നോക്കുമ്പോൾ അത് ഷാർദുൽ താക്കൂർ തന്നെയാണ്. 2 കോടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ്. ആരും അദ്ദേഹത്തിനായിട്ട് രംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൃഥ്വിയുടെ കരിയർ ഇപ്പോൾ അത്ര നല്ല രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം 2022 DC അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബിഡ് അദ്ദേഹത്തിന് ഇവിടെ ഈ ഒരു IPLൻ്റെ ഘട്ടത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. 75 ലക്ഷം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പ്രൈസ്. അദ്ദേഹത്തിൻ്റെ ഫോം തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് താഴേക്ക് പോയിട്ടുണ്ട്. ജോണി ബെയർസ്റ്റോയും ഇതുപോലെ തന്നെ ഒരു വമ്പൻ പേരുകാരൻ അൺസോൾഡ് ആവുന്ന കാഴ്ച. പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ടാണ് 2022 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചത്. 551 റൺസ് അവർക്ക് വേണ്ടി അടിച്ചു. 22 ഇന്നിങ്സുകളിൽ നിന്ന് 148.92 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് 2 കോടിയായിരുന്നു. ഒരു ബിഡും അദ്ദേഹത്തിന് വേണ്ടിയും വന്നില്ല. സെയിം സംഭവമാണ് ഡാരിൽ മിച്ചലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ തവണ 14 കോടി കൊടുത്തിട്ട് IPLൽ കളിപ്പിച്ച താരമാണ് ഡാരിൽ മിച്ചൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് 2 കോടി. ആരും അദ്ദേഹത്തിന് വേണ്ടി വന്നില്ല എന്നുള്ളതും സർപ്രൈസിംഗ് ആണ്. ഏതായാലും ഈ താരങ്ങൾക്കൊക്കെ ഇനിയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയ റീപ്ലേസ്മെൻറ്റ് എന്നുള്ളതാണ്. ഏതായാലും പുഷ്പയൊക്കെ കാണിച്ച് ആരാധകരെയൊക്കെ കയ്യിലെടുത്ത് ഇന്ത്യൻ മണ്ണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റിട്ടയർമെൻറ്റിന് ശേഷവും വലിയൊരു സ്വപ്നം കണ്ട ഡേവിഡ് വാർണർക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഈ IPL ഓപ്ഷനിലെ അൺസോൾഡ് ലേബൽ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.